ഇന്ന് പല ആളുകളിലുമുള്ള വലിയൊരു ബുദ്ധിമുട്ടാണ് കയ്യിൻ്റെ വിരലുകൾക്കൊക്കെ ഭയങ്കര കോച്ചിപ്പിടുത്തം, അതുപോലെ തന്നെ തരിപ്പ്. ചില ആളുകൾ കൈ ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിരലുകളും നീരും, ചിലപ്പോൾ ഒരു വിരലിങ്ങനെ നീരാതെ നിൽക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കുറേയൊക്കെ നമുക്ക് നമ്മുടെ ജീവിത ശൈലി ഒന്ന് ശ്രദ്ധിച്ചാൽ, രാത്രിയിലെ ഉറക്കം ഒന്ന് നന്നായിട്ട് ഉറങ്ങുക, അതുപോലെ തന്നെ കുറച്ച് സമയമെങ്കിലും ഒന്ന് വ്യായാമം ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ കുറേ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ, കയ്യും കോച്ചിപ്പിടുത്തം തരിപ്പൊക്കെ തീരെ വിട്ടുപോവാത്ത ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് മിക്ക ആളുകളും ക്ലിനിക്കിൽ വന്ന് പറയാറുണ്ട്, കൈയൊക്കെ എന്തെങ്കിലും പിടിച്ചാൽ അറിയില്ല, കയ്യിൽ നിന്ന് വീണ് പോവാണ്, പിന്നെ വിരലുകളൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കും, ഇങ്ങോട്ട് നീർത്തുമ്പോൾ വേദനയാണ്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നന്നായിട്ട് എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ നന്നായിട്ട് ഒന്നിങ്ങനെ ചുരുട്ടി വിടുക. അങ്ങനെ ചുരുട്ടി വിടുന്ന സമയത്ത് ചിലപ്പോൾ ചില വിരലുകൾ നീരാത്തതുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ നോക്കണ്ട. എന്ത് ചെയ്യുക, പറ്റുന്ന രീതിയിൽ 5-10 പ്രാവശ്യം നന്നായിട്ട് ഇങ്ങനെ കൈകൾ ചുരുട്ടി വിടുക. നന്നായിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചിട്ടാണ് വിടേണ്ടത്. വീണ്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് വിട്ടു കൊടുക്കുക. അങ്ങനെ ഒരു 5-10 പ്രാവശ്യം അല്ലെങ്കിൽ 6-7 പ്രാവശ്യമൊക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് ഒരു 50 വട്ടം, ഒരു 10-50 വട്ടം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ കയ്യിൻ്റെ ഭാഗത്തും ഒരു 10-50 വട്ടം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈകൾ ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് കണ്ടോ, ഈ തള്ളവിരൽ മാത്രം രണ്ടിൻ്റെയും ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ പിന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം തള്ളവിരൽ അവിടെ ബാക്കി വെച്ചിട്ട് 2 ചൂണ്ടുവിരലുകൾ ഇങ്ങനെ മൂവ് ചെയ്യുക. ഒരു 5 പ്രാവശ്യം രണ്ടും ഒരുമിച്ച് മൂവ് ചെയ്യുക. പിന്നെ ചൂണ്ടുവിരൽ അവിടെ വെച്ചിട്ട് നടുവിരൽ ഇതുപോലെ തന്നെ ഒരു 5 പ്രാവശ്യം മൂവ് ചെയ്യുക. പിന്നെ നടുവിരൽ അവിടെ വെച്ചിട്ട് മോതിരവിരൽ 5 പ്രാവശ്യം ഇതുപോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ചെറുവിരൽ. ഓക്കെ, ഇതിങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ഒന്ന് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചിട്ടുണ്ടോ ഇതേ രീതിയിൽ ഒന്ന് ഇങ്ങോട്ട്, ഇപ്പോൾ റൈറ്റ് ഭാഗത്തിലേക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക, പിന്നെ ലെഫ്റ്റ് ഭാഗത്തിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കുക, റൈറ്റ് ഭാഗത്തിലേക്ക്. ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് റൈറ്റ് ഭാഗത്തിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ കണ്ടോ, ഈ വിരലുകൾ നീർന്ന് നിൽക്കണം. ലെഫ്റ്റിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ ഈ വിരലുകളും നീർന്ന് നിൽക്കണം. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റിലേക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ പിന്നെ ലെഫ്റ്റ് വിരലുകൾ നീർന്ന് നിൽക്കണം. ഇതിങ്ങനെ ലെഫ്റ്റ് ഭാഗം, റൈറ്റാണ് ടൈറ്റ് ചെയ്ത് പിടിക്കേണ്ടത്, നേരെ ഓപ്പോസിറ്റ്. കണ്ടോ, അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് കൈയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രീ ആക്കുക. ഒന്ന് ഫ്രീ ആക്കിയതിന് ശേഷം നമ്മളെ കൊണ്ട് ഏത് രീതിയിലാണോ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് താഴ്ത്തിയിട്ടിട്ട് ഇരിക്കാനാണ് നിങ്ങൾക്ക് ഏറ്റവും സുഖച്ച. കൈ താഴ്ത്തിയിട്ടിട്ട് കുറച്ച് നേരം, ആ സമയത്ത് പിന്നെ കൈയിൻ്റെ മേലൊന്നും ചെയ്യരുത്. കുറച്ചിങ്ങനെ താഴ്ത്തിട്ട് കൈ ഇങ്ങനെ പിടിക്കുക. ഒരു 10-50-30 സെക്കൻഡോ 40 സെക്കൻഡോ റിലാക്സ് ചെയ്തിട്ട് കൈ ഇങ്ങനെ പിടിക്കുക. അതിന് ശേഷം അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ മുഷ്ടി ഇങ്ങനെ ചുരുക്കി പിടിച്ചിട്ട് ഇവിടുന്ന് താഴോട്ടൊന്നിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് വലിക്കുക. താഴോട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചതിന് ശേഷം കൈകൾ എന്ത് ചെയ്യുക, അങ്ങനെ നിർത്തി കണ്ടോ, ചുരുട്ടുക, നിർത്തുക. ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് നന്നായി ടൈറ്റ് ചെയ്ത് പിടിക്കുക, വീണ്ടും നിവർത്തി പിടിക്കുക ഒരു 10 പ്രാവശ്യം. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവും. ഈ വിരലിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കണം. ടൈറ്റ് ചെയ്ത് ഇത് ഇവിടുന്ന് വലിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ഈ രീതിയിൽ എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ നിർത്തി കൊടുക്കുക, ചുറ്റി കൊടുക്കുക. ഇത് നിങ്ങൾ കാലത്തും വൈകിട്ടും 2 നേരം സ്ഥിരമായിട്ട് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ കൈകളുടെ തരിപ്പ്, അതുപോലെ തന്നെ കോച്ചിപ്പിടുത്തം, വിരലിങ്ങനെ മടങ്ങാത്ത പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ തന്നെ ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ വല്ലാതെ പ്രായക്കായ ആളുകളുണ്ട് എങ്കിൽ, നന്നായിട്ട് പ്രായമായ ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ, ഒന്നല്ലെങ്കിൽ ഈ പിന്നെ നമ്മൾ തൊട്ടാവാടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, തൊട്ടാവാടി വേരോട് കൂടി പറിച്ചെടുത്തിട്ട് അതിൻ്റെ പൂവൊക്കെ ഉണ്ടെങ്കിൽ പൂവൊക്കെ കളച്ചിട്ട് ചതച്ചിട്ട് വെള്ളം നന്നായിട്ട് ചൂടാക്കുക. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിൽ കുറച്ച് കർപ്പൂരിടുക. അങ്ങനെ കർപ്പൂരം ഇട്ടതിന് ശേഷം നല്ല തിളപ്പിച്ചിട്ട് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ, നമ്മുടെ കൈ അതിൽ വെച്ചാൽ സഹിക്കാൻ പറ്റുന്ന ചൂടിൽ എന്ത് ചെയ്യുക, ആ കയ്യിൽ ആ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അത് നല്ല പ്രായമായ ആളുകൾ, കുറച്ചൊക്കെ പ്രായമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് അതുകൂടി ചെയ്യേണ്ടത്. അതല്ലാത്ത കുറച്ചൊക്കെ പിന്നെ പ്രായം കുറവുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 65 വയസ്സിന് മുകളിലൊക്കെ ഉള്ള ആളുകൾക്കാണ് ഇത്രയും ബുദ്ധിമുട്ടുകളെങ്കിൽ അവർ മാത്രമാണ് ഈ തൊട്ടാവാടി പിന്നെ കുത്തിയിട്ട് തിളപ്പിച്ച കർപ്പൂരം ചേർത്ത വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യേണ്ടത്. അതല്ലാത്ത ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ഒരു വ്യായാമം, എക്സസൈസ് മുറ, ഈ മർമ്മ തെറാപ്പി
ഇത് ശരിക്കും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് തോന്നും. അപ്പോൾ നമ്മുടെ ക്ലിനിക്കിലൊക്കെ പലപ്പോഴും ഓപ്പറേഷൻ വേണം, അല്ലെങ്കിൽ അത് അവിടെ മുറിച്ച് ക്ലിയർ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ട് പടച്ചറബിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ വളരെ സിമ്പിളായിട്ട് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് 2 നേരം ചെയ്യുക. മറ്റൊന്ന്, രാത്രിയിൽ നിർബന്ധമായിട്ട് നേരത്തെ ഉറങ്ങുക. നേരത്തെ ഉറങ്ങൽ എന്നുള്ളത് ഏതൊരു രോഗത്തിൻ്റെയും ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറഞ്ഞാൽ, രാത്രിയിൽ നിങ്ങൾ നേരത്തെ ഉറങ്ങി ശീലിച്ചാൽ, നിങ്ങൾക്കിപ്പോൾ തലചുറ്റലുണ്ട്, അതല്ലെങ്കിൽ മേലും കയ്യും വേദന ഉണ്ട്, പെരടി വേദന ഉണ്ട്, അല്ലെങ്കിൽ തണ്ടൽ വേദന ഉണ്ട്, ബാക്ക് പെയിൻ, ഇങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഏറ്റവും വലിയ ചികിത്സ എന്നുള്ളത് നിങ്ങൾ രാത്രിയിൽ നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ 9 മണി 9:30 ആകുമ്പോഴേക്കും കിടന്നിട്ടുണ്ടായിരിക്കണം, ഉറങ്ങിയിരിക്കണം. അല്ലാതെ പല ആളുകളും 11 മണിക്കൊക്കെ കിടന്നിട്ട് ഉറങ്ങി, അല്ലെങ്കിൽ 12 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് ഞാൻ നേരത്തെ ഉറങ്ങുന്നു എന്ന് പറയുന്നു. അതല്ല, നേരത്തെ ഭക്ഷണം കഴിക്കുക, ഒരു 7-8 മണിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നേരത്തെ തന്നെ എന്ത് ചെയ്യുക, 9 മണിയാകുമ്പോഴേക്കും കിടക്കുക. നിങ്ങൾ ഒരുപാട് മെഡിസിൻ വാരി വലിച്ച് കഴിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. 2-3 ആഴ്ച നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങി നോക്കൂ. സ്ഥിരമായിട്ട് നേരം വൈകി അല്ലെങ്കിൽ ഒരുപാട് ലേറ്റായി ഉറങ്ങുന്ന ആളുകൾക്ക് ആദ്യത്തെ 1-2 ദിവസങ്ങളൊന്നും നേരത്തെ കിടന്നാൽ ഉറക്കം കിട്ടൂല കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. കുറച്ച് ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഉറങ്ങാൻ കഴിയും. മാത്രമല്ല, മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു സുഖം അനുഭവിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഭക്ഷണ രീതികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പിന്നെ കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്യുക സ്ഥിരമായിട്ട്. രോഗം വരാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. അതിനു മുന്നേ കാലത്തോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയം 10-20 മിനിറ്റ് സ്വന്തം ശരീരത്തിന് വേണ്ടി കയ്യൊക്കെ ഒന്ന് വീശാനും, അതുപോലെ തന്നെ റൊട്ടേഷൻ ചെയ്യാൻ, കണ്ണ് റൊട്ടേഷൻ ചെയ്യാൻ, അതുപോലെ തന്നെ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് ഈ മണ്ണുമായി ബന്ധപ്പെട്ടൊന്ന് നടക്കാൻ, ബോഡി ഒന്ന് മൊത്തം ഒന്ന് ചലിപ്പിക്കാനൊക്കെ ഒരു സമയം കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങൾക്ക് കുറവുണ്ടായിരിക്കും, ക്ഷമ ഉണ്ടായിരിക്കും, നമുക്ക് നല്ല സമാധാനം ഉണ്ടായിരിക്കും, ശാന്തി ഉണ്ടായിരിക്കും. പലപ്പോഴും സൗകര്യങ്ങൾ കൂടിയതിൻ്റെ പേരിൽ ക്ഷമ കുറയുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ കൂടിയപ്പോൾ ക്ഷമ കുറഞ്ഞു വരികയാണ് മനുഷ്യനിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിത ശൈലി ഒന്ന് സന്തോഷകരമാകാൻ, ആനന്ദമുള്ളതാക്കാൻ, മനോഹരമുള്ളതാക്കാൻ കുറച്ച് വ്യായാമം ചെയ്ത് നേരത്തെ കാലത്ത് ഉറങ്ങി നല്ല റെസ്റ്റൊക്കെ എടുത്ത് എല്ലാത്തിനും ഒരു കോൺഫിഡൻസ് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് ജീവിതം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പൈസ ചിലവാക്കി ഇടങ്ങറായ ആളുകൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് വ്യായാമം അല്ലെങ്കിൽ തെറാപ്പികൾ ചെയ്തു നോക്കൂ. അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടായിരിക്കും. ഓക്കെ, ഒത്തിരി സ്നേഹത്തോടു കൂടി റസാനി സാമി.